നമ്മുടെ ഷിനിക്കാക്ക് നല്ല രീതിക്ക് പനി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് നെറ്റിയിൽ തുണി വെച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ടാ. അപ്പം ഞാൻ വെള്ളമായിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ അയിനൂസ് അത് കയ്യേറിയിട്ടുണ്ട്. അവൾ വെച്ചോളാം എന്ന് പറഞ്ഞാൽ അവൾ എൻ്റെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളായിരുന്നു അത് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഷിനിക്കാക്ക് മെഡിസിനൊക്കെ കൊടുത്ത് കിടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇക്കാക്ക് പനി ഒട്ടും കുറവുണ്ടായിരുന്നില്ല രാവിലെ എണീറ്റിട്ട് പോലും. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇക്കാക്ക് ഇന്ന് വർക്കിന് വിടണ്ട, വർക്കിന് പോയിക്കാൻ എന്തായാലും ഇക്കാക്ക് പനി കൂടാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇക്കാക്കയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും വർക്കിന് പോകണില്ല, റെസ്റ്റ് എടുത്തിട്ട് നാളെ എന്തായാലും പോവാന്ന്. അപ്പോൾ ഞാനിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റിട്ടുള്ളത്. കാരണം ഇന്നലെ നല്ല നേരം വൈകിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. ഒരു 9:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഉറക്കത്തിന് എണീറ്റ് വന്നപ്പോഴത്തേക്കും. അങ്ങനെ ഞാൻ നേരെ തന്നെ നമ്മുടെ അരിപ്പൊടിയിലോട്ട് ചൂടുള്ളതൊക്കെ ഒഴിച്ചിട്ട് ഇടിയപ്പത്തിനോടുള്ള മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചൂടാറിയപ്പോഴത്തേക്കും വേഗം അത് പീച്ച് അച്ചിലോട്ട് ആക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചായയും കൂടി ഇവിടെ കാച്ചുന്നുണ്ട് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങും കൂടി ഞാൻ വേവിക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഇടിയപ്പമാണ് കേട്ടോ ആക്കുന്നത്. പിന്നെ നമ്മുടെ ചായ സെറ്റായി വന്നപ്പോഴത്തേക്കും ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ അവിടേക്ക് ഒന്ന് തുടച്ചിട്ടിട്ട് നമ്മുടെ ഐനൂസിനെ നെയ്സറിലിടെ വിടാന്നുള്ള പ്ലാനാണ് കേട്ടോ. കാരണം ഐനൂസ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഐനൂസിനും പകരും ആ പനി. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഐനൂസിനെ വേഗം തന്നെ മേലൊക്കെ കഴിച്ച് അവൾക്ക് ഇതാ ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാനിത് അവളെ ഡ്രസ്സൊക്കെ ഇടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐനൂസ് നെയ്സറിലോട്ട് പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് ചായയും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ അവളുടെ മുടി കെട്ടലും പിന്നെ അവളുടെ ബ്യൂട്ടീഷ്യനൊക്കെ ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഇപ്പോൾ അവൾക്ക് ക്രീമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല തണുപ്പല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലൊക്കെ ഇങ്ങനെ വെറുതെ മുരി പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അവൾക്ക് അവളുടേതായ ക്രീമുകൾ എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവളുടെ മുടിയൊക്കെ 2 സൈഡ് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടിക്ക് മുടി കെട്ടാനും എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമുണ്ട്. എല്ലാത്തിനും നിന്നൊക്കെ തരും. ആദ്യം ഒന്നും നിൽക്കുകയും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ചായ ചൂടാറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീണ്ടും ഒന്ന് ചൂടാക്കിയിട്ട് വീണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുടെ ഡ്രസ്സും വാട്ടർ ബോട്ടിലും എല്ലാതും ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്താ നമ്മുടെ ജനലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട്. പിന്നെ ഐനൂസിന് ടവല് വേണമായിരുന്നു. അപ്പോൾ ടവല് വെക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മുറ്റത്തുനിന്ന് ടവലൊക്കെ എടുത്ത് ബാഗിൽ വെച്ച് അവളെ നൈസറി കൊണ്ടാക്കി വന്നിട്ട് നമ്മുടെ ഷിനിക്കാക്ക് ഇതേ ഫുഡൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കാക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ നമ്മൾ അടിച്ചു വരാനൊക്കെ തുടക്കാനായിട്ടൊക്കെ നിൽക്കുകയാണ്. കാരണം എൻ്റെ പ്രായ പണികൾ വേഗം തന്നെ തീർത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിരിക്കാമല്ലോ. ഷിനിക്കാക്ക് വീട്ടിലുള്ള ടൈമിന് എന്തായാലും നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പണിയൊക്കെ വേഗം തീർക്കണം. അപ്പോൾ ഞാൻ രാവിലത്തെ അടിച്ചുവാരലും തുടക്കലൊക്കെ വേഗം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ നമ്മുടെ ബെഡും നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കൊടഞ്ഞ് വിരിക്കുന്നുണ്ട്. ഇക്കാക്ക് പനി ആയതുകൊണ്ട് തന്നെ 3 പുതപ്പാണ് നല്ല യൂസ് ചെയ്തത്. കാരണം 3 പുതപ്പ് ഇട്ടിട്ട് അമ്മാതിരി പനി പുറത്തോട്ട് അടിക്കണ്ടായിരുന്നു. അങ്ങനെ അത് ആ പുതപ്പൊക്കെ നല്ലോണം മടക്കി വെച്ചിട്ട് പിന്നെ അവിടെ ഒന്ന് അടിച്ചുവാരി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനേകം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. കണ്ടമാനം പാത്രം ഉണ്ടായിരുന്നു. അതെല്ലാം കൈയോടെ അങ്ങോട്ട് കഴുകി വെച്ച് നമ്മുടെ തിണ്ണപ്പുറവും ഗ്യാസ് മേളിലൊക്കെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരെ കുളിച്ച് കയറിയിട്ട് ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇക്കാക്ക് വീട്ടിലുള്ള ടൈമിന് എല്ലാം ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് ചെയ്യുള്ളൂ. കാരണം കുറച്ച് തന്നെ പണിയെടുക്കും. പിന്നെ ഇക്കാവിൻ്റെ അടുത്തൊന്നിരിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പത്രമുള്ള നമ്മളെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.